ഗൈസ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പ്ലൈവുഡുമേലാട്ടോ. അപ്പോൾ ഇത് 16x16 പ്ലൈവുഡാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇതിമേ വെൽവെറ്റിൻ്റെ തുണി അടിച്ചുകൊണ്ട് നമുക്ക് ഇതിമേ ഇനി വരച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു ചാർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി പ്ലൈവുഡ്മേൽ വെൽവെറ്റിൻ്റെ തുണി ഇതാക്കാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലൈവുഡ്മേൽ തന്നെ വരച്ച് ആണി അടിച്ചതിൻ്റെ ശേഷം പെയിൻ്റ് അടിച്ച് യൂസ് ചെയ്യട്ടോ. നമ്മൾ ഇതിന് സർക്കിളാണ് വരയ്ക്കേണ്ടത് ഫസ്റ്റ്. അപ്പോൾ സർക്കിൾ നമ്മൾ എടുക്കുന്നത് 15 സെൻറ്റിമീറ്റർ ആരായിട്ട് നമ്മൾ എടുക്കുന്നത്. 15 നമുക്ക് കോമ്പസിൽ പെൻസിൽ വെച്ചാൽ കിട്ടില്ല. അപ്പോൾ പെൻസിൽ കുറച്ച് ഇറക്കി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻ്റ് ആക്കുക കേട്ടോ. കമൻ്റ് ആക്കാതെ ഇരിക്കരുത്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വീഡിയോ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഒരു സർക്കിൾ നല്ല നമുക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് 3 സെൻറ്റിമീറ്റർ ആരത്തിലാണ് നമ്മളിങ്ങനെ പോയിൻ്റ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് പെൻസിൽ നേരക്കാക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുക്കണം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നടുവ് കൂടെ നമ്മൾ പോയിൻ്റ് ഉണ്ടാവില്ല, നമ്മൾ സർക്കിൾ വരച്ചിട്ടുണ്ടാവുന്ന പോയിൻറ്റിലൂടെ ഒരു സർക്കിളല്ല ഒരു വര വരച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് സെൻറ്ററിൽ ഏത് ആണിയാണ് വരുന്നത് നമുക്കറിയണം. അങ്ങനെ അത് മസ്റ്റാണ് കേട്ടോ ഇതിന്. എന്നാലും നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ആണി തെറ്റാതെ നോക്കുക കേട്ടോ. എന്നാലും നമുക്ക് ചെയ്യാൻ പോകുന്നത് നല്ല വൃത്തിക്ക് കിട്ടുള്ളൂ. അത് നമ്മൾ വരച്ചതിന് ശേഷമാണ് നമ്മൾ 3 സെൻറ്റിമീറ്റർ എടുത്തിട്ട് നമ്മൾ അടയാളപ്പെടുത്തണം കേട്ടോ. ബാക്കി നിങ്ങൾ അടയാളപ്പെടുത്തുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരും കേട്ടോ. ചാർട്ട് കുറച്ച് സൈഡൊക്കെ കുറച്ച് ഓവറായിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു സൈഡ് കുറച്ച് തോനെയും മറ്റേ സൈഡ് കുറച്ച് കുറവൊക്കെ ആയിട്ട് വരും. നമ്മൾ ചാർട്ട് നമ്മൾ പ്ലൈവുഡിന് കണക്കാക്കിയിട്ട് ആക്കിയില്ലെങ്കിൽ നമ്മൾ പ്ലൈവുഡിന് കണക്കാക്കിയിട്ട് തന്നെ ആക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും ഒരേപോലെ ആക്കാം. മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യണമല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നല്ലപോലെ കിട്ടും. പിന്നെ നമ്മൾ ഫസ്റ്റ് സെൻറ്ററിൽ തന്നെ ഒരു ആണി അടിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചാർട്ട് അങ്ങോട്ടുകൊണ്ട് നീങ്ങാതെ വെക്കാൻ. പിന്നെ നമ്മൾ 2 സൈഡിലായിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അതാകുമ്പോൾ ചാർട്ട് പിന്നെ നീങ്ങത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ നീങ്ങി കളിച്ചാൽ ഞങ്ങളെ പോയിൻറ്റും തെറ്റും എല്ലാം തെറ്റും. എല്ലാം പിന്നെ നിങ്ങൾക്ക് 2 സൈഡിൽ അടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 4 സൈഡിൽ അടിക്കുക. ലാസ്റ്റ് ഊരിയാൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ 2 സൈഡിലാണ് നമ്മൾ നടുവ് കൂടെ ഒരു വര അടിച്ചില്ല, അതിൻ്റെ 2 സൈഡിലാണ് അടിച്ചിട്ടുള്ളത്. സൈഡിൽ അടിച്ചില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഒരു സൈഡിൽ അടിച്ചിട്ടും സെൻറ്ററിൽ അടിച്ചാലും മതി കേട്ടോ. പിന്നെ ആണിയൊക്കെ നല്ല നീറ്റായിട്ടുള്ള ആണി മാക്സിമം കിട്ടാൻ നോക്കാം. മുള്ളാണി ആണെങ്കിൽ അതായാലും മതി. ഇതിപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ആണി കേട്ടോ. എനിക്കിത് 30 രൂപയ്ക്ക് 200 ആണിൻ്റെ അടുത്ത് എങ്ങാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മളെ മുഹമ്മദ് റിയാസാക്കൻ്റെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂലും ആണി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടിട്ട് വരും കേട്ടോ. അപ്പോൾ അതിൽ ഉപയോഗിച്ച ആണിൻ്റെ ബാലൻസ് കൊണ്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്തത്. ഇങ്ങനത്തെ ആണിയാണെങ്കിൽ നമ്മൾ ആണി തുരുമ്പൊന്നും പിടിക്കില്ല കേട്ടോ. മുള്ളാണി ആകുമ്പോൾ ചിലപ്പോൾ തുരുമ്പൊക്കെ പിടിക്കും എന്തായാലും. ഇതാകുമ്പോൾ അങ്ങനെ തുരുമ്പ് പിടിക്കില്ല. ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ തുരുമ്പ് പിടിക്കില്ല കേട്ടോ.
വർക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നടുത്ത രണ്ടാണ് നമുക്ക് മസ്റ്റ് ആട്ടോ. അതിനോടാണ് ഞാൻ ബ്ലാക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട്. നിങ്ങൾക്ക് മനസ്സിലാവാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒട്ടിച്ചാട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ചെയ്ത ഇതിൽ, അതിനോട് എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ മനസ്സിലാവണം അത് ചെയ്യട്ടോ. നമുക്ക് ആ ആണി ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കി വർക്ക് ചെയ്യാൻ. പിന്നെ ഈ ബോർഡ് ഞാൻ കുറേ യൂസ് ചെയ്ത ബോർഡാണ്, ഞാൻ കുറേ വേറെ വർക്കൊക്കെ ചെയ്ത ബോർഡാണ്. അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് ആ ബോർഡുമില്ലാക്കി. നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കുക, ഷെയർ ആക്കുക, സബ്സ്ക്രൈബ് ആക്കുക. ഇനി നമുക്ക് അടുത്ത് ചെയ്യുക ഇതിൻ്റെ നൂല് ചുറ്റാനുള്ള കേട്ടോ. അപ്പം നിങ്ങൾ നൂലെടുക്കുമ്പോൾ എന്താ പറയുക, ലൈറ്റ് പിന്നെ അതിൻ്റെ ഡാർക്ക് അങ്ങനെയൊക്കെ എടുക്കാൻ നോക്കട്ടെ. എൻ്റെ പാപ്പാട് 2 കളറേ ഉള്ളൂ, 3 കളറുണ്ട്. ഉണ്ട് വൈറ്റ്, ഒരു പർപ്പിൾ, അതിൻ്റെ ഡാർക്ക് കളറായിട്ടാട്ടോ എൻ്റെ ഉള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ ചുറ്റണ കണ്ടാലോ. ഇനി നമ്മൾ ചുറ്റുമ്പോൾ ഫസ്റ്റ് നമ്മുടെ സെൻറ്ററത്തെ ആണിന്ന് ഒരു ആണി വിട്ടിട്ടാട്ടോ നമ്മൾ കെട്ടേണ്ടത്. കെട്ടണ നല്ല ടൈറ്റാക്കി തന്നെ കെട്ടി കൊടുക്കട്ടെ. നമ്മൾ ഫസ്റ്റ് വൈറ്റ് നൂലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നിലത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. ഞാൻ ബ്ലാക്ക് ഇത് വിരിച്ചിൻ്റെ അടിയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ വോയിസും കാണുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് സെൻറ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആണി മനസ്സിലാവണം എന്ന്. അപ്പോൾ ആ ആണിന്ന് ഒരു ആണി വിട്ടിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് 2 ആണി വിടണം. സെൻറ്ററത്തെ ആണിന്ന് 2 ആണി വിട്ടിട്ട് നമ്മൾ ഇതിൽ കാണുന്ന മാതിരി ഞങ്ങൾ ചുറ്റുകട്ടോ. ഇനി നമ്മൾ ഏതെങ്കിലും വേറെ ഡിസൈനൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ആക്കുക. നമ്മൾ അടുത്ത് ചുറ്റാൻ പോണത് നമ്മൾ ലൈറ്റ് പർപ്പിൾ കളറാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൈറ്റ് ചുറ്റി ഏത് ആണിമെന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അയിമെന്ന് ഒരു ആണി വിട്ടിട്ട് നമ്മളിപ്പോൾ ചെയ്ത അതേ ഒരു ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് ലെയർ ആയിട്ട് ഇത് വരും. നമ്മൾ എങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം കേട്ടോ. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ കെട്ടിയ നൂലുണ്ടല്ലോ, അതിന്ന് ഒരു ആണിയും കൂടി വിട്ടിട്ടാണ് നമ്മൾ ഈ അടുത്ത ആണി കെട്ടേണ്ടത്.
2 ഇതും ചുറ്റി കഴിഞ്ഞിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 2 ചുറ്റിയതാണോ അല്ല 3 ചുറ്റിയാണോ ഇഷ്ടമായതൊന്ന് കമൻ്റ് ആക്കട്ടോ. ഇത് 3 ചുറ്റിയതാണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ച 2 ചുറ്റിയാട്ടോ. ഇതിൽ 2 കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമായതെന്ന് കമൻ്റ് ആക്കുക. പിന്നെ 3 ചുറ്റിയാണ് ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ നമ്മൾ 2ാമത് ചുറ്റിയ നൂലിൽ നിന്ന് ഒരു ആണിയും കൂടി വിട്ടിട്ടാണ് അത് ചെയ്യേണ്ടത്. നമുക്ക് വീട്ടിലെ വാളിലൊക്കെ തൂക്കാനൊക്കെ യൂസ്ഫുള്ളാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ആക്കുക, ലൈക്ക് ആക്കുക. പിന്നെ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് എന്തായാലും കമൻ്റ് ആക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വന്നേക്കും. ബായ്.